ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പീപ്പിൾ ദാദി കി കഥ. ഈ ഒരു ചാപ്റ്റർ ആദ്യം നമ്മൾ വായിക്കാൻ പഠിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പഠിക്കണം അല്ലെ. എന്നിട്ട് മെല്ലെ മെല്ലെ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്ന് പഠിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഈ കഥ വായിക്കാം. ഓക്കെ, കഥ വായിക്കാം, അതിന്റെ ഒപ്പം അതിന്റെ മീനിങ്സും നോക്കാം. ഓക്കെ, പീപ്പിൾ ദാദി കി കഥ. പീപ്പിൾ എന്ന് പറഞ്ഞാല് അരയാല്, ബാനിയൻ ട്രീ അല്ലെ. ബാനിയൻ ട്രീക്ക് പറയുന്നതാണ് പീപ്പിൾ. ഇനി അതുപോലെ ദാദി എന്ന് പറയുന്നത് മുത്തശ്ശി, ഗ്രാൻഡ് മദർ എന്ന് പറയുന്ന ഹിന്ദി വേർഡാണ് ദാദി. കി കഥ എന്ന് പറഞ്ഞാൽ കഥ തന്നെ. കി എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ, ഹിന്ദിയില് ക, കെ, കി. ഈ മൂന്ന് കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ മൂന്ന് നമ്മുടെ ഇംഗ്ലീഷിനകത്ത് പ്രിപ്പോസിഷൻ എന്ന് പറയും അല്ലെ. പ്രിപ്പോസിഷൻസ് ഇടയ്ക്ക് ചിലരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. കാ, കെ, കി. അവർക്ക് മീനിങ് ന്റെ, ഉടെ, ലെ, ഉള്ള എന്നാണ് മീനിങ് വരാറ്. ഇവിടെ എന്താ കഥ വരുന്നത്? പീപ്പിൾ ദാദി കി കഥ എന്ന് പറയുമ്പോ അരയാൽ മുത്തശ്ശിയുടെ, കണ്ടോ, ഉടേ എന്നുള്ള അർത്ഥം വരാനാണ് അവിടെ കി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പീപ്പിൾ ദാദി കി കഥ. അപ്പോ അരയാൽ മുത്തശ്ശിയുടെ കഥ എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇവിടെ താഴെ തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. പീപ്പിൾ ദാദി ക്യോം ഹസ് രഹി ഹെ. ഇത് കണ്ടോ, ഈ ഫിഗറിനകത്ത് ഈ മുത്തശ്ശി ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലെ. ഇതാണ് പീപ്പിൾ ദാദി ഹസ്. പീപ്പിൾ ദാദി ക്യോം ഹസ് രഹി ഹെ. ക്യോം എന്ന് വെച്ചാൽ എന്തുകൊണ്ട്, വൈ എന്നുള്ള അർത്ഥമാണ്. ക്യോം എന്തുകൊണ്ട്. അപ്പോ പീപ്പിൾ ദാദി അരയാൽ മുത്തശ്ശി എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഹസ് രഹി ഹെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പീപ്പിൾ ദാദി ആരാണ്? അരയാൽ മുത്തശ്ശി. ക്യോം എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ബച്ചേ ക്യോം സജാ രഹേ ഹേ. ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടി അല്ലെ. ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടി, ബച്ചേ എന്ന് പറയുമ്പോൾ കുട്ടികൾ. ഇവിടെ എഴുതിയപ്പോ മാറിപ്പോയതാണ്. ബച്ച എന്ന് പറയുമ്പോൾ കുട്ടി എന്നേ വരുന്നുള്ളൂ. ബച്ചേ ക്യോ സജാ രഹേ ഹേ. സജാന എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക. അവർ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ബലൂൺ ഒക്കെ കെട്ടി തൂക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവരങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന പോർഷൻസ് വായിക്കാം. ഉദിനൂർ ഗാവ് കെ ബച്ചേ ആജ് ബഹുത് ഖുഷ് ഹേ. ഉദിനൂർ അത് ആ സ്ഥലത്തിന്റെ പേരാണ്. ഉദിനൂർ ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, എന്ന് പറഞ്ഞാൽ ഗ്രാമം. ഗാവ് കെ ബച്ചേ ഗ്രാമത്തിലെ കുട്ടികൾ. കാ, കെ, കി, ലേ, ഉടെ, ലേ, ഉള്ള എന്നാണല്ലോ. ഗാവ് കെ എന്ന് പറഞ്ഞപ്പോൾ ഗ്രാമത്തിലെ എന്ന് വന്നു. ഗാവ് കെ ബച്ചേ ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. അർത്ഥമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നോട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിരിക്കാം. അപ്പൊ നോട്ട് ആവശ്യമുള്ളവർ അവിടെ പോയി എടുത്താലും മതി. ആജ് ബഹുത് ഖുഷ് ഹേ. ബഹുത് എന്ന് പറഞ്ഞാൽ ധാരാളം, ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പം ഇന്ന് ഉദിനൂർ ഗ്രാമത്തിലെ കുട്ടികൾ ഒത്തിരി സന്തോഷത്തിലാണ്. കൽ പീപ്പിൾ ദാദി കാ ജന്മദിൻ ഹേ. കൽ നാളെ അല്ലെങ്കിൽ ഇന്നലെ എന്ന് അർത്ഥമുണ്ട്. പക്ഷെ ഇത് ഈ സെന്റൻസ് ശരിക്കും പറഞ്ഞാല് പാസ്റ്റ് ടെൻസിലല്ല. അതുകൊണ്ട് നമുക്കിത് നാളെ എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാക്കാം. കൽ പീപ്പിൾ ദാദി കാ ജന്മദിൻ ഹേ. നാളെ അരയാൽ മുത്തശ്ശിയുടെ. കാ, കെ, കി. കണ്ടോ, മാറി മാറി ഉപയോഗിക്കുന്നത്. പീപ്പിൾ ദാദി കാ ജന്മദിൻ ഹേ. അപ്പൊ ജന്മദിൻ എന്നുള്ളത് പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ കാ എന്ന് വെച്ചിരിക്കുന്നത്. പീപ്പിൾ ദാദി കാ ജന്മദിൻ ഹേ. ഇവിടെയോ കെ എന്ന് വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ബച്ചേ കുട്ടികൾ എന്നുള്ളത് പ്ലൂറലാണ്. അതുകൊണ്ടാണ് കെ എന്ന് വെച്ചിരിക്കുന്നത്. കണ്ടോ, കാ എന്ന് വരുന്നത് പുല്ലിംഗത്തിന്റെ മുമ്പില്, കെ എന്ന് വരുന്നത് എവിടെയാ? ബഹുവചനം പ്ലൂറലിന്റെ മുന്നില്. അതുപോലെ ഇവിടെയോ, ഇവിടെ മുന്നിൽ നമുക്ക് കി എന്ന് കണ്ടായിരുന്നു അല്ലെ. കി കഥ. കഥ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് കി എന്നവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, കി കഥ. അപ്പൊ കാ, കെ, കിയുടെ ഉപയോഗം പഠിച്ചല്ലോ. എല്ലാത്തിനും ഒരേ അർത്ഥമാണ്.
ഇനി നമുക്ക് ഇതിന്റെ താഴെ വരുന്ന ബാക്കി കാര്യങ്ങൾ വായിക്കാം. അപ്പൊ ഓരോന്നും വായിക്കുമ്പോൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെന്റൻസ് ഫോം ചെയ്ത് പോയിരിക്കുന്നതെന്ന് നോക്കാം. പീപ്പിൾ ദാദി ക്യോം ഹസ് രഹി ഹേ, അല്ലെ? ഇത് നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ ആണ്. പീപ്പിൾ ദാദി ക്യോം ഹസ് രഹി ഹേ, അരയാൽ മുത്തശ്ശി എന്തിനാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ അങ്ങനെ ചോദിച്ചാല് നമ്മൾ എങ്ങനെ ആൻസർ എഴുതണ്ടേ എന്നാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, കൽ പീപ്പിൾ ദാദി കാ ജന്മദിൻ ഹേ, നാളെ അരയാൽ മുത്തശ്ശിയുടെ, ഉടേ എന്ന് വരാനാണ് കാ, അരയാൽ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണ്, അല്ലെ? ജന്മദിൻ ഹേ. ഇസ്ലിയെ, ഇസ്ലിയെ എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്നാണ് അർത്ഥം. ഇസ്ലിയെ ബച്ചെ സജാ രഹേ ഹേ, അതുകൊണ്ട് കുട്ടികൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ് ഖുഷി മേം, ഈ സന്തോഷത്തിൽ, ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇസ് ഖുഷി മേം, മേം എന്ന് പറയുന്നത് ഇൽ എന്നുള്ള അർത്ഥമാണ് മലയാളത്തില്, ഇൽ. അപ്പം ഇസ് ഖുഷി മേം പീപ്പിൾ ദാദി ഹസ് രഹി ഹേ, ഈ സന്തോഷത്തിൽ അരയാൽ മുത്തശ്ശി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റിയ ഉത്തരം. ബച്ചെ ക്യൂം സജാ രഹേ ഹേ എന്ന ക്വസ്റ്റ്യനും ഇതേ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ആൻസേഴ്സും നമ്മളിപ്പോ ഹിന്ദി പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുന്നതിലും നല്ലത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിനും എങ്ങനെ ഒരേ രീതിയിൽ ഉത്തരം എഴുതാം. കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഇനി അടുത്ത പേജിലുണ്ട് പീപ്പിൾ ദാദി കി കഥ. പീപ്പിൾ ദാദിയുടെ കഥ നമ്മുടെ മുത്തശ്ശി തന്നെ പറയുന്നതായിട്ട് ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിക്കാം. മേം പീപ്പിൾ കാ പേഡ് ഹൂം. മേം എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, മേം ഇങ്ങനെയും എഴുതാം, ഒരു വര, അല്ലെ? അങ്ങനെ എഴുതാലോ. മേം എന്ന് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മേം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ്, രണ്ട് വരയുണ്ട്, കണ്ടോ? മേം ഞാൻ. ഈ മേം എന്ന് പറഞ്ഞാലോ ഇൽ എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ രണ്ട് ഡിഫറെന്റ് മീനിങ്സ് ഉണ്ട്, വായിക്കുമ്പോൾ ഒരുപോലെയാണെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെയോ, ഇവിടെ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ്. മേം പീപ്പിൾ കാ പേഡ് ഹൂം. മേം എന്ന് തുടങ്ങിയിരിക്കുന്ന സെന്റൻസ് അവസാനിപ്പിക്കുന്നത് ഹേ എന്നല്ല, ഹൂം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, മേം പീപ്പിൾ കാ പേഡ് ഹൂം, ഞാൻ അരയാലിന്റെ മരമാണ്. പേഡ് എന്ന് പറഞ്ഞാൽ മരം. അർത്ഥങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മേം നെഹി ജാൻതി കി, എനിക്ക് അറിഞ്ഞുകൂടാ എന്തെന്നാൽ. ഇവിടുത്തെ ഈ കീ കണ്ടോ, കീ എഴുതിയിരിക്കുന്നത് തിരിച്ചാണ് വള്ളിയിട്ടിരിക്കുന്നത്, അല്ലെ? കാ എന്ന് എഴുതിയിട്ട് ഇങ്ങോട്ടാണ് വള്ളിയിട്ടിരിക്കുന്നത്. കി എന്തെന്നാൽ എന്നുള്ള അർത്ഥത്തിലാണ്. ദാറ്റ് എന്ന് നമ്മൾ ചില സെന്റൻസിൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്തില്ല, അതുപോലെയാണ് ഈ കീ യൂസ് ചെയ്യുന്നത്. മേം നെഹി ജാൻതി കി, എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് അറിയാത്തതെന്നാണ് പിന്നെ പറയുന്നത്. മേരി ആയു കിത്നി ഹേ, എന്റെ വയസ്സ് എത്രയാണെന്ന്. അപ്പൊ ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? എന്റെ വയസ്സ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് മുത്തശ്ശി പറയാണ്. ജാന്ന എന്ന് പറഞ്ഞാൽ അറിയുക, ജാൻതി, അത് മുത്തശ്ശി പറയുന്നത് കൊണ്ട് ജാൻതി എന്ന് വെച്ചു. മേൻ നെഹി ജാൻതി കി, എന്തെന്നാൽ, എന്താണ് എനിക്ക് അറിയാത്തതെന്ന് അത് കഴിഞ്ഞ് പറയുന്നു. മേരി ആയു, എന്റെ വയസ്സ്, ആയു എന്ന് പറഞ്ഞാൽ വയസ്സ്. കിത്നി ഹേ, കിത്ന എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ കിത്നി ഹേ, എന്റെ വയസ്സ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുല്ലിംഗം വരുമ്പോഴാണ് കിത്നി, അല്ല സോറി, സ്ത്രീലിംഗം വരുമ്പോഴാണ് കിത്നി എന്ന് വയ്ക്കുന്നത്. അടുത്തത് ലേക്കിൻ, പക്ഷേ, മുജെ യാദ് ഹേ, എനിക്ക് ഓർമ്മയുണ്ട്. മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക്, യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്. കൈ സാൽ പെഹലെ, കൈ സാൽ എന്ന് പറഞ്ഞാൽ കുറെ വർഷം, പെഹലെ എന്ന് പറഞ്ഞാൽ മുൻപ്, ബിഫോർ എന്നുള്ള അർത്ഥമാണ്. കൈ സാൽ പെഹലെ, കുറച്ചു വർഷം മുൻപ്, കിസി ഏതോ, ഏതോ ആരോ എന്നുള്ള അർത്ഥം, കിസി ഏതോ, ഭലെ ആദ്മി, ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഭലെ ആദ്മി എന്ന് പറയുമ്പോൾ നല്ല മനുഷ്യൻ, ഏതോ നല്ല മനുഷ്യനെ, എന്ന് വെച്ചിരിക്കുന്നത് പണ്ട് നടന്ന കാര്യമായതുകൊണ്ടാണ്. പാസ്റ്റ് ടെൻസ്, പണ്ട് നടന്ന കാര്യത്തിനാണ് നേ എന്ന് യൂസ് ചെയ്യുന്നത്. ഭലെ ആദ്മീനെ അഗസ്റ്റ് കെ മഹിനെ മേം, ഓഗസ്റ്റ് മാസത്തിൽ, അഗസ്റ്റ് കെ മഹിനെ മേം, മഹിന എന്ന് പറഞ്ഞാൽ മാസം എന്നാണ് അർത്ഥം, മാസം. മഹിനെ മേം, മേം കണ്ടോ, ഇൽ, ഓഗസ്റ്റ് മാസത്തിൽ.
മുझേ യഹാം ലഗായാ ഥാ, എന്നെ ഇവിടെ നട്ടിരുന്നു. അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു നല്ല മനുഷ്യൻ ഓഗസ്റ്റ് മാസത്തിൽ എന്നെ ഇവിടെ നട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ഓക്കെ, യഹാം ലഗായ, യഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹിയർ എന്നുള്ള അർത്ഥമാണ്. ധ എന്ന് യൂസ് ചെയ്യുന്നതും എപ്പോഴും പാസ്റ്റ് ടെൻസിലെ കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഹർ സാൽ, എല്ലാ വർഷവും. ഹർ എന്ന് പറയുമ്പോൾ ഓരോ എന്നുള്ള അർത്ഥവും എല്ലാ വർഷവും, ഓരോ വർഷവും. സാൽ എന്ന് പറയുന്നത് വർഷം, ഇയർ, ഇയർ. ഇസ് ഗാവ് കെ ലോഗ്, ഈ ഗ്രാമത്തിലെ ആളുകൾ. ലോഗ് എന്ന് പറഞ്ഞാൽ ആളുകൾ. ലേ എന്നുള്ള അർത്ഥത്തിന് കെ എന്ന് വെച്ചേക്കുന്നത് കണ്ടോ. ലോഗ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് മുമ്പിൽ കെ എന്ന് വെച്ചിരിക്കുന്നത്. ഇസ് ഗാവ് കെ ലോഗ് ഏക് അഗസ്റ്റ് കോ, ഓഗസ്റ്റ് 1-ന് കണ്ടോ, ഓഗസ്റ്റ് 1-ന് എന്ത് ചെയ്യുന്നുണ്ട്? മേര ജന്മദിൻ മനാത്തെ ഹെ, എന്റെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. ആജ്, ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. മേം, ഇവിടെ കണ്ടോ 2 വരെയുണ്ട് മായുടെ മുകളിൽ. അപ്പൊ മേം എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ആജ് മേം ബഹുത് ഖുഷ് ഹൂം, മേം എന്ന് യൂസ് ചെയ്തതുകൊണ്ട് അവിടെ ഹൂം എന്നാണ് വെച്ചിരിക്കുന്നത്. ആജ് മേം ബഹുത് ഖുഷ് ഹൂം, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ബഹുത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം, വളരെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എങ്ങനെയാണ് അതിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി എഴുതുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ വായിച്ച അതേ പാരഗ്രാഫ് ആണ്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. യഹ് കോൺസാ പേഡ് ഹേ, ഇത് ഏത് തരത്തിലുള്ള വൃക്ഷമാണ്? പേഡ് എന്ന് പറഞ്ഞാൽ മരം അല്ലെ, ഏത് മരമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചാൽ അതാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം. അതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വരുന്നൊരു ബുദ്ധിമുട്ട്. യഹ് കോൺസാ പേഡ് ഹേ, പീപ്പിൾ അല്ലെ. പീപ്പിൾ ഇവിടെ തന്നെ ഉണ്ട്, ഇതിൽ നോക്കി അങ്ങ് എഴുതിയാൽ മതി ആൻസർ. പീപ്പിൾ കാ പേഡ് കിസ് ഗാവ് മേ ഹേ, പീപ്പിൾ കാ പേഡ് ഏത് ഗ്രാമത്തിലാണ്? കിസ് ഗാവ് മേ ഹേ, ഏത് ഗ്രാമത്തിലാണ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട് അല്ലെ. എവിടെയായിരുന്നു അത്? ഉദിനൂർ, ഉദിനൂർ ഗാവ്. അത് ഈ പാരഗ്രാഫില് അല്ലെങ്കിൽ ഇത് തൊട്ട് മുമ്പത്തെ കാര്യങ്ങളിൽ തന്നിട്ടുണ്ട്. ഉദിനൂർ ആണ് ആ ഗ്രാമത്തിന്റെ പേര് എന്നുള്ളത്. ഇനി വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. പീപ്പിൾ കോ കിസ്നെ ലഗായ, പീപ്പിളിനെ ആരാണ് അവിടെ നട്ടത്? കിസി ഭലെ ആത്മീനെ, അതിവിടെ ആൻസർ ഉണ്ട് അല്ലെ. കിസി ഭലെ ആത്മീനെ, കണ്ടോ ആ തന്ന പാരഗ്രാഫിൽ തന്നെ ആൻസേഴ്സ് ഉണ്ടാവും. അത് നോക്കി മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാക്കി ആൻസർ പാരഗ്രാഫിൽ നോക്കി എടുക്കണം. ഇനി കിസ് മഹീനെ മേ ലഗായ, അഗസ്റ്റ് മേ, കിസ് മഹീനെ മേ ലഗായ, ഏത് മാസത്തിലാണ് നട്ടത്? അതാ ഇവിടെ ഉണ്ട് അല്ലെ. ഓഗസ്റ്റ് മാസത്തിലാണെന്ന് ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. ബച്ചെ ക്യാ കർ രഹേ ഹേ, കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? സജാ രഹേ ഹേ, ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. അതെല്ലാം ഷോർട്ട് ആക്കി എഴുതിയാലും മതി, പക്ഷെ നമ്മൾ എഴുതുന്ന ആൻസർ കറക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. पेड़ के चेहरे पर कौन सा भाव है, ഏത് ഭാവമാണ് മരത്തിന്റെ മുഖത്തുള്ളത്? അവിടെ ഒരു ഫിഗർ വന്നിട്ടുണ്ട്, അതിൽ കണ്ടാൽ അറിയാം മുത്തശ്ശി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഖുഷി എന്ന് എഴുതി, സന്തോഷം, ഖുഷി സന്തോഷം. കിസ്ക ജന്മദിൻ ഹെ, ആരുടെ ബർത്ത്ഡേ ആണെന്ന്? പീപ്പിൾ ദാദി കാ. കിസ്ക, കണ്ടോ ഇതിനകത്ത് തന്നെ ഉണ്ട് കാ എന്നുള്ള യൂസേജ്. കിസ്ക ആരുടെ, അപ്പൊ പീപ്പിൾ ദാദി കാ എന്ന് ആൻസർ കൊടുത്തു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, പീപ്പിൾ കാ ജന്മദിൻ കബ് മനാത്ത ഹേ, എപ്പോഴാണ് പീപ്പിളുടെ ജന്മദിനം ആഘോഷിക്കുന്നത്? 1 അഗസ്റ്റ് കോ. അപ്പൊ അതും ഈ ക്വസ്റ്റ്യനിലുണ്ട്, 1 അഗസ്റ്റ് എന്ന് കണ്ടോ. കോ മേരാ ജന്മദിനം, അപ്പൊ 1 അഗസ്റ്റ് അതാണ് ആൻസർ എന്ന് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ടെക്സ്റ്റില്, അത് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. പീപ്പിൾ കെ അപ്നെ ബാരെ മേ ബത്തായ, പീപ്പിളിനെ അപ്നെ ബാരെ മേ ബത്തായ എന്ന് പറഞ്ഞാല്
അരയാൽ മരം സ്വയം സ്വന്തം കാര്യങ്ങൾ പറഞ്ഞു. ആപ് ബി അപ്നെ ബാരേമേം ബത്തായേ, താങ്കളും താങ്കളെ കുറിച്ച് പറയൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ്. ആപ്കാ നാം ക്യാ ഹേ, പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എങ്ങനെ എഴുതണം? നമ്മുടെ പേരെന്താണോ അത് എഴുതണം. ഓക്കെ, ഇപ്പം രമ്യ എന്നാണെങ്കിൽ രമ്യ. ഇപ്പം 5ാം ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ വലിയ വലിയ സെന്റൻസ് ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ എന്ന് ഇപ്പൊ പഠിച്ചാൽ മതി. ആയു കിത്നി ഹേ, എത്ര വയസ്സുണ്ടെന്ന്. അപ്പോ എത്രയാണോ വയസ്സ് അത് എഴുതുക. കഹാ രഹത്തെ ഹേ, എവിടെയാണ് ജീവിക്കുന്നത്? അല്ലെ, രഹ്ന എന്ന് പറഞ്ഞാൽ ജീവിക്കുക. കഹാ രഹത്തെ ഹേ, എവിടെ ജീവിക്കുന്നു? തിരുവനന്തപുരം ആണെങ്കിൽ നന്ദ, കണ്ടോ? നായും തായും ഒന്നിച്ചെഴുതുമ്പോ നന്ദ. പുരം, തിരുവനന്തപുരം. ഏതാണോ സ്ഥലത്തിന്റെ പേര് എളുപ്പമുള്ളത് അതുപോലെ എഴുതാം. ഇനി കിസ്കെ സാത്ത് രഹത്തെ ഹേ, ആരുടെ കൂടെ ജീവിക്കുന്നു? മാം ഔർ അമ്മയും എന്നുള്ള അർത്ഥമാണ്. മാം ഔർ പരിവാർ. പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം, അമ്മയും കുടുംബവും ഒപ്പം. മിത്ര കോൻ കോൻ ഹേ, നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ അവിടെ എഴുതാം. ഇനി ഇവിടെ ഒരു പോസ്റ്റർ മേക്കിംഗ് എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. पीपल दादी के जन्मदिन में उदनूर गांव के सब कहीं ഉത്സവ് കാ ധൂംധാം ഹേ. അതായത് പീപ്പിൾ ദാദിയുടെ ജന്മദിനം വരുമ്പോ ഉദനൂർ ഗ്രാമത്തിൽ എല്ലായിടത്തും, സബ് കഹി എല്ലായിടത്തും, സബ് കഹീം എല്ലായിടത്തും, ഉത്സവ് കാ ധൂംധാം ഹേ, ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണെന്ന്, നല്ല ഉത്സവകാലം പോലെയാണ്. രംഗ് ബിരംഗെ ഗുഹാരെ തോരൻ ആദിസെ മൈതാൻ സജായ ഹേ, നല്ല ഡെക്കറേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പോസ്റ്റർ ബി ലഗായ, ഇപ്പൊ പോസ്റ്റർ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ആ പോസ്റ്ററിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അത് അവിടെ ചെറുതായിട്ട് പക്ഷെ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഹെഡിങ് കൊടുത്തു. എന്നിട്ട് ഡേറ്റ് എപ്പോഴാണ്, ദിവസം, ആ ദിവസത്തെ ശുക്രവാർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പം ശരിക്കും പറഞ്ഞ ഒരാഴ്ചയിലെ എല്ലാ ദിവസങ്ങളും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലത്, നമുക്കത് പഠിക്കാം. അപ്പം ഡേറ്റ് കൊടുത്തു, ദിവസം ഏതാണെന്ന് കൊടുത്തു, സമയം കൊടുത്തു. കണ്ടോ, ഡേറ്റ്, ദിവസം, സമയം. സുബഹ് 9 ബജെ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് തീരുമാനിക്കാം പോസ്റ്റർ ഉണ്ടാക്കുമ്പോ എങ്ങനെ എഴുതണമെന്ന്. ഇനി സ്ഥലം പറയണം. ഉദനൂർ മൈതാൻ മേം, ഉദനൂർ മൈതാനത്തിൽ സബ്കാ സ്വാഗതം, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ലൊരു ബോർഡറും കൊടുക്കണം. നല്ലൊരു ബോർഡർ കൊടുത്തു, നല്ലൊരു ഹെഡിങ് കൊടുത്തു, ഡേറ്റ്, ദിവസം, പിന്നെ സമയം, സ്ഥലം, സബ്കാ സ്വാഗതം. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ മറക്കരുത് പോസ്റ്റർ എഴുതുമ്പോ. ഇനി നമുക്ക് ഒരാഴ്ചയിലെ ദിവസങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം സൺഡേ അല്ലെ, സൺഡേ തൊട്ടാ നമുക്ക് തുടങ്ങുന്നെങ്കിൽ രവിവാർ, രവിവാർ, ഇതാണ് സൺഡേ, രവിവാർ. സോമവാർ, 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 സോമവാർ. മൺഡേ, मंगलवार, मंगलवार. then Tuesday, मंगलवार, Tuesday. Sunday, Monday, Tuesday. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ബുധനാഴ്ച. അല്ലെ, മലയാളമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് ഹിന്ദിക്ക്. ബുധവാർ. ഇന്ത്യയിലെ എല്ലാ ഭാഷകളും സാമ്യമുണ്ട്. ബുധവാർ, വെനസ്ഡേ. ബുധവാർ, ഗുരുവാർ, ഗുരുവാർ. തേഴ്സ്ഡേ, गुरुवार, शुक्रवार, शुक्रवार.
നെറ്റിന് എന്തോ പ്രശ്നമുണ്ട്, അതാ എഴുതുന്നത് അത്ര ശരിയാവാത്തത്. ശുക്രവാർ, ഫ്രൈഡേ. പിന്നെ ശനിയാഴ്ച അല്ലെ, ശനിവാർ, ശനിവാർ, സാറ്റർഡേ. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ और ശനിവാർ. ഇതൊക്കെയാണ് ദിവസങ്ങൾ. അപ്പൊ ദിവസം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം. ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു ദിവസം അവിടെ കൊടുക്കാം, അതിനകത്ത് കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ഇത് കണ്ടോ, അടുത്ത പേജിൽ നമ്മളോട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിനെ കുറിച്ചാ പോസ്റ്റർ വേണ്ടത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്രതാ ദിൻ സമാരോഹ് കെ ലിയെ പോസ്റ്റർ ബനായേ. അപ്പൊ സ്വാതന്ത്ര്യദിനാഘോഷത്തെ പറ്റിയ ഒരു പോസ്റ്റർ ആണ്. പോസ്റ്റർ നല്ലൊരു ബോർഡർ വേണം. അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ബോർഡർ വരച്ചാൽ മതി. അപ്പൊ ആദ്യം ഹെഡിങ് കൊടുത്തു. ഹെഡിങ് ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കി തന്നെ എഴുതുന്നത് സ്വതന്ത്രതാ ദിൻ സമാരോഹ്, അത് അങ്ങനെ തന്നെ ഹെഡിങ് ആയിട്ട് കൊടുത്തു. ഇനി നമുക്കറിയാം അത് എന്നാ ദിവസം എന്നല്ലേ. സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് 15th ഓഗസ്റ്റ്. അപ്പൊ കണ്ടോ, 15 അഗസ്റ്റ്. ഓരോ മാസങ്ങളും പഠിക്കണം. ഓഗസ്റ്റ് ആണെന്ന് നമുക്കറിയാം. സുബഹ് രാവിലെ 10 ബജെ, 15 ഓഗസ്റ്റ് സുബഹ് 10 ബജെ, സുബഹ് രാവിലെ 10 മണി. ഗാന്ധി മൈതാൻ, അത് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്താൽ മതി. ഗാന്ധി മൈതാൻ എന്നാണ് ഇപ്പൊ പേര് കൊടുത്തിരിക്കുന്നത്. എവിടെയാണ് എന്നുള്ളത് പറയണം. സബ്കാ സ്വാഗത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ വേണം? ഒരു ഹെഡിങ് വേണം, ഡേറ്റ് വേണം, ദിവസം ഞാൻ എഴുതിയിട്ടില്ല, ദിവസം എഴുതണമെങ്കിൽ എഴുതാം. രവിവാറോ ശുക്രവാറോ ഇഷ്ടമുള്ളത് എഴുതാം. ബുധവാർ എന്ന് എഴുതിയേക്കാം, ബുധവാർ അല്ലെ, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, അതൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ ഡേറ്റ് എഴുതണം, ദിവസം എഴുതിയാൽ നല്ലത്. അത് ഓപ്ഷണൽ ആണ്. ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ ഹിന്ദി. ഇത് എഴുതണം നിർബന്ധമില്ല. ഡേറ്റ് എഴുതണം, പിന്നെ എപ്പോഴാണ് സമയം എന്നുള്ളത് എഴുതണം, പിന്നെ സ്ഥലം എവിടെ വെച്ചാണ്, പിന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു പോസ്റ്ററിന്റെ രീതി വരുന്നത്. ഇനി ഇതിന്റെ അവസാനത്തെ പോർഷനിൽ നമുക്ക് ഒരു കവിത തന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കാൻ എന്ന് പറഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാൻ. ദിലേര എന്നാണ് കവിതയുടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മീനിങ്സ് ഓരോന്നും നോക്കാം. ദിലേര, ദിലേര എന്ന് പറഞ്ഞാൽ ധീരൻ എന്നാണ് അർത്ഥം. ധീരൻ. നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ ഇന്ത്യയെ കുറിച്ച് വളരെ മനോഹരമായ ഒരു കവിതയാണ്. മേരാ വതൻ, മേര എന്റെ, അല്ലെ, വതൻ എന്ന് പറഞ്ഞാൽ സ്വദേശം. അപ്പം എന്റെ നാട്. സുൻഹര വതൻ, സുൻഹര എന്ന് പറഞ്ഞാൽ ഗോൾഡൻ, അത്രയും ഗോൾഡൻ ആയിട്ടുള്ള ഒരു അത്രയും ഇഷ്ടത്തോടെ വിളിക്കുവാണ്. അത്രയും പെക്യുലർ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഗോൾഡൻ ആയിട്ടുള്ള ഒരു നാട്. രൂപ് അനേക്, പല പല രൂപങ്ങളുണ്ട് ഈ രാജ്യത്തിന്. എല്ലാ സ്ഥലവും ഒരുപോലെയല്ല നമ്മുടെ നാട്. ധർമ്മ അനേക്, ഒരുപാട് മതങ്ങളുണ്ട്. മേരാ വതൻ, എന്റെ നാടിന്. പക്ഷെ എല്ലാവരും ഒന്നിച്ച് ഒരു ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകുന്നു. അതാണ് ഈ നാടിന്റെ ഭംഗി. അതാണ് ഇവിടെ പറയുന്നത്. മേരാ വതൻ, എന്റെ നാട്, എന്റെ മാതൃദേശം. ന്യാരാ വതൻ, ന്യാര എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഇത്രയും വിഭിന്നമായ ഭാഷകളുള്ള, മതങ്ങളുള്ള അത് തന്നെ. ഭോൽ അനേക്, വേഷ് അനേക്, പല പല വേഷങ്ങളുണ്ട്. ബോൽ അനേക്, പല പല ഭാഷകളുണ്ട്. മേരാവതൻ, എന്റെ നാട്ടില്, അല്ലെ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. മേരാവതൻ, ദിലേരാവതൻ. ദിലേര എന്ന് പറഞ്ഞാൽ ധീരനായ സ്വദേശം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ധീരനാണ്. പ്രാൺ സേവി, ജാൻ സേവി, പ്യാരാവതൻ. പ്രാൺ എന്ന് പറഞ്ഞാൽ പ്രാണൻ, നമ്മുടെ ജീവൻ, ജീവനെ കാട്ടിലും എന്താണ്. സേ ഭി, സേ എന്ന് പറഞ്ഞാൽ കാൾ, അല്ലെ, പ്രാണനെ, പ്രാണനേക്കാൾ, ഭി അതിനെ കാട്ടിലും. ജാൻ സേഭി, ജീവനെ കാട്ടിലും പ്യാരാവതൻ, ഇഷ്ടപ്പെട്ട നാട് എന്നാണ്. അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് നല്ലൊരു കവിതയും പറഞ്ഞ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ചാപ്റ്റർ പഠിക്കാം. താങ്ക് യു.